ഓരോ ക്ഷേത്രത്തിനും വിവിധ ആചാരക്രമങ്ങളാണെന്നും അതിനെ മറികടന്ന് നിലപാട് സ്വീകരിക്കുന്നത് ഉചിതമായ രീതിയല്ലെന്നും നിലനിൽക്കുന്ന ആചാരക്രമങ്ങളെ മാറ്റുവാൻ ക്ഷേത്രതന്ത്രിയുടെ നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നതെന്നും ബ്രഹ്മവിദ്യാമന്ദിര ഭാരവാഹികൾ വ്യക്തമാക്കി. ഇടാവോ ഷർട്ട് ഇടാൻ പാടില്ല, അവിടെ അതൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ. ആചാരാനുഷ്ഠാനങ്ങൾ വേറെ, ധർമ്മങ്ങൾ ഇത് നമുക്ക് വേർതിരിച്ചറിയാം. ധർമ്മം എല്ലാവർക്കും ഉള്ളത്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തെ നിലനിർത്തുന്ന ചില ധർമ്മങ്ങളുണ്ട്. അത് പ്രധാനമായിട്ട് എല്ലാവരെയും സാധിക്കും. എന്നാൽ അത് എവിടേക്ക് കയറാം, എവിടെ ഷർട്ട് ഇട്ട് കയറാം, അത് ആചാരാനുഷ്ഠാനങ്ങൾ. അതും എവിടെ മാറ്റാം, പലർക്കും അഭിപ്രായം പറയാം. മാറ്റിയാലും കുഴപ്പമില്ല, മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് അതൊരു ചർച്ചയെ ബ്രഹ്മവിദ്യാമന്ദിരത്തെ സംബന്ധിച്ച് അതൊക്കെ ആചാര അനുഷ്ഠാനങ്ങൾ. ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങൾ. എന്നാൽ പൊതുവെയുള്ള ധർമ്മം അതെല്ലാവർക്കും പറ്റുന്നതാണ്. വടക്കേ ഇന്ത്യയിൽ പോലെ എവിടെയും നമുക്ക് ഷർട്ട് എടുക്കാം. മാത്രമല്ല ഷർട്ടിട്ട് തന്നെ കയറണമെന്ന് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്തുകൊണ്ട് ഈ ഷർട്ട് ഇടാതെ പോയി ക്യൂ നിൽക്കാൻ പറ്റുക, അതിൻ്റെ വെയ്യാത്തിൻ്റെ നാറ്റൊക്കെ പലപ്പോഴും കൊണ്ടുവരേണ്ട വലിയ ആവശ്യമുണ്ട്. ഷർട്ടിട്ട് കയറിയാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അത് ആരെങ്കിലും രാഷ്ട്രീയക്കാരനോ അതിൻ്റെ മുഖ്യമന്ത്രിയോ അല്ല തീരുമാനിക്കണം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഭക്തന്മാർ ഇപ്പം നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് നടപ്പിലാക്കേണ്ടതാണ്. അല്ലാതെ അത് ദേവന്റെ ഇഷ്ടമൊന്നല്ല. ഓരോ ക്ഷേത്രത്തിനും വിവിധ ആചാരക്രമങ്ങളാണ്. അതിനെ മറികടന്ന് നിലപാട് സ്വീകരിക്കുന്നത് ഉചിതമായ രീതിയല്ലെന്നും നിലനിൽക്കുന്ന ആചാരക്രമങ്ങളിൽ മാറ്റം വരുത്താൻ ക്ഷേത്രതന്ത്രിയുടെ നിലപാടാണ് പൊതുവെ സ്വീകരിക്കപ്പെടാറെന്നും ബ്രഹ്മവിദ്യാമന്ദിര ഭാരവാഹികൾ വ്യക്തമാക്കി. ഷർട്ട് ധരിച്ച് ക്ഷേത്രങ്ങളിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഭാരവാഹികൾ. കഴിഞ്ഞ 6 വർഷമായി ആലപ്പുഴ പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ബ്രഹ്മവിദ്യാമന്ദിറിന്റെ കീഴിൽ നടത്തിവരുന്ന വേദാന്ത പഠന ക്ലാസുകളിലെ പഠിതാക്കളുടെ ഒത്തുചേരലും 13ാം വാർഷികവും നടക്കും. ജനുവരി 5 ഞായറാഴ്ച രാവിലെ 10-ന് മാരാരിക്കുളം മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ചടങ്ങ് നടക്കുക. കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമാധിപതി ചിദാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണം നടക്കും. ചിദാനന്ദപുരി സ്വാമികളെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചാനയിക്കും. ചടങ്ങിൽ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം മാനേജർ ഡോക്ടർ VS ജയൻ അധ്യക്ഷത വഹിക്കും. ആചാര്യൻ N കൃഷ്ണപ്പൈ, മാരാരിക്കുളം ദേവസ്വം മാനേജർ ഡോക്ടർ VS ജയൻ, വാർഷികാഘോഷം സംഘാടക സമിതി സെക്രട്ടറി ഡോക്ടർ G ജയേന്ദ്ര കമ്മത്ത്, ട്രഷറർ തങ്കരാജ്, സുനിൽ പൊന്നാട്, പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാം നിലനിൽക്കുന്നത് ഈ വേദങ്ങളിലാണ്. ആ വേദങ്ങൾ സാധാരണ ജനങ്ങൾ അത് ചൊല്ലുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലൊക്കെ ഉപരിയായിട്ട് സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വേദാന്തത്തിലാണ്. അപ്പോൾ ആ വേദാന്തമായിട്ടുള്ള ഉപനിഷത്തുകളെക്കുറിച്ച് ഒക്കെ ആളുകൾ മനസ്സിലാക്കാനും സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടൊക്കെ കൂടിയാണ് ശ്രീകൃഷ്ണപ്പൈ അവരുടെ നേതൃത്വത്തിൽ 13 വർഷം മുമ്പ് ഇവിടെ ഇതിനുള്ള ക്ലാസ്സുകളും മറ്റുമൊക്കെ ആരംഭിച്ചു. ഇവിടെ ആ ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷം ആലപ്പുഴ ജില്ലയിൽ പല ഭാഗങ്ങളിലും ആലപ്പുഴ കേന്ദ്രീകരിച്ച്, ചേർത്തല കേന്ദ്രീകരിച്ച്, തിരുവിഴ ക്ഷേത്രം കേന്ദ്രീകരിച്ച്, കലവൂര് കേന്ദ്രീകരിച്ച്, ഇങ്ങനെ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ഭഗവത്ഗീത പഠിക്കുക, അതുപോലെ വേദങ്ങൾ ചൊല്ലാൻ പഠിക്കുക, വേദാന്തമായിട്ടുള്ള ഉപനിഷത്തുക്കളെക്കുറിച്ച് ഓരോ ഉപനിഷത്തുക്കളെക്കുറിച്ച് പഠിക്കുക, ഇതുപോലെയുള്ള വേദാന്തപരമായിട്ടുള്ള ഉപനിഷത്ത് ക്ലാസ്സുകളുമൊക്കെ എടുത്ത് അതിൻ്റെ ഒരു സനാതനധർമ്മത്തിൻ്റെ ആ സംസ്കൃതി സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമിട്ടുമാണ് തുടങ്ങിയത്. അത് ഫലം നല്ല രീതിയിൽ കണ്ടുവരുന്നു എന്നുള്ളൊരു സന്തോഷം കൂടെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാമിജിയുടെ സന്ദർശനവും പ്രഭാഷണവും. ചിദാനന്ദപുരി സ്വാമിജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സനാതനധർമ്മത്തിൻ്റെ ഒരു വക്താവാണ്.